പുരുഷപക്ഷം പറയുന്നതിനകത്ത് ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയറി ഇറങ്ങിയവന് അതിന്റെ കറക്റ്റ് പെയിൻ മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് കൂടി കണക്ട് ആവും. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെൻസ് അസോസിയേഷനൊക്കെ ഇല്ലേ, അവരൊക്കെ ഈ സിനിമ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് റിലീസ് ഡേറ്റ് ഒക്കെ മാറിക്കൊണ്ടിരുന്ന ആസിഫ് അലി ചിത്രം ആഭ്യന്തര കുറ്റവാളി റിലീസിന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. ആഭ്യന്തര കുറ്റവാളി ഡയറക്ടർ ബൈ സേതുനാഥ് പത്മകുമാർ. അപ്പോൾ കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റിവ്യൂലേക്ക് പോകാം. നേരെ റിവ്യൂലേക്ക്. കൊള്ളാം ബ്രോ, നല്ല സിനിമയായിരുന്നു. ആ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആഫ്റ്റർ മാരേജ് ഈ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പ്രഷേഴ്സ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വേറൊരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ആണുങ്ങൾ അനുഭവിക്കുന്ന പ്രഷേഴ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഹരിസ് അശ്വൻ പൊളിയായിരുന്നു, കുറച്ചേരെ ഉള്ളായിരുന്നു. സിദ്ധാർത്ഥ് വർദ്ധൻ അടിപൊളിയായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ വൈബ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് കൂടി കണക്ട് ആവും. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു പരിപാടിയായിരുന്നു. സീരിയസ് സബ്ജക്ട് സീരിയസ് സബ്ജക്ട് നൈസായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കണക്ട് ആവും. അല്ലാതെ ഭയങ്കര കൊമേഴ്ഷ്യൽ എലമെന്റോ കോമഡി എലമെന്റോ അല്ല പറയണം. പക്ഷെ നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്ന ടൈപ്പ് പരിപാടിയാണ്. പെർഫോമർ ആസിഫ് അലി കാണാനുണ്ട്. ആസിഫ് അലി ഓൾവേസ് അടിപൊളിയാണ്. നമ്മുടെ മറ്റേ ഒരു ഇമോഷണൽ സീൻസ് ഉണ്ട്, പുള്ളി കരയുന്ന ഒരു സീനൊക്കെ നമുക്ക് മറ്റേ അനുരാഗരിക്കും വെള്ളത്തിനകത്ത് അതേ ഒരു റെഫറൻസ് പോലെ ഭയങ്കരമായിട്ട് അത് കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സിദ്ധാർത്ഥ് ഭരതന്റെ ഇടയ്ക്കുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വർക്കായി. ഹരിസ് അശ്വന്റെ കുറച്ച് നേരത്തുള്ള ഇമോഷൻസ് ഉണ്ടായിരുന്നു, അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ഓൾവേസ് അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോം ചെയ്തവരെല്ലാം നൈസായിരുന്നു. മൊത്തത്തിൽ ജോണർ ഇമോഷണലി ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ആ ഒരു ടൈപ്പ് പരിപാടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് വർക്കാവും. ഇന്റർവെല്ലിന് ശേഷം പൊളിച്ചടുകി. ഇന്റർവെല്ലിൽ വരെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ അസീസും മറ്റവനോട് മെയിൻറ്റെയിൻ ചെയ്ത്. പിന്നെ ഇത് സ്റ്റോറി അടിപൊളി. ഇന്റർവെല്ലിന് ശേഷം പക്ഷേ അടിപൊളി. സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല. ഇമോഷണലാണ്. ഇന്റർവെല്ലിന് ശേഷം ഇമോഷണൽ ആണെങ്കിലും ഒരു രക്ഷയില്ല. സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല. ഒരു സീരിയസ് സബ്ജക്ട് അല്ലായിരുന്നു. സീരിയസ് സബ്ജക്ട് സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സീരിയസ് സബ്ജക്റ്റാ, വളരെ സീരിയസ് ആയിട്ടുള്ളത്. ആസ് യൂഷ്വൽ അടിപൊളിയാണ്. ഒരു കാര്യം ഞാൻ ക്രോസ് ചെയ്തോട്ടെ, ഈ തീമിലെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ തീം ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സ്ത്രീപക്ഷ സിനിമകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പുരുഷപക്ഷം പറയുന്ന സിനിമകൾ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പുരുഷപക്ഷം പറയുന്നതിനകത്ത് ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയറി ഇറങ്ങിയവന് അതിൻ്റെ കറക്റ്റ് പെയിൻ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഒരു സിനിമ ജെന്യുവിൻലി ഞാൻ പറയുകയാണ്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് വിലയിരുത്താൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളെ സൊസൈറ്റിയിൽ നടക്കുന്ന പല കേസുകളും പല കാര്യങ്ങളും ഏത് തരത്തിലൊക്കെയാണ് പിന്നെ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സംഭവങ്ങൾ വരുന്നത് എന്നുള്ളത് ജെന്യൂനായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്കത് നന്നായിട്ട് അവർ മേക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. അത് നമ്മൾ റിയൽ ലൈഫിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സീരിയസ് സബ്ജക്ട് അതിൽ എങ്ങനെയാണ് വന്നേക്കുന്നത്? കുറച്ച് നൈസായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിലും അവർക്ക് വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ പറയാൻ എന്തുദ്ദേശിച്ചോ ആ പ്ലോട്ടിനെ കറക്റ്റായിട്ട് നിന്നുകൊണ്ട് അവർ ചെയ്തു. കോൺട്രവേഴ്സി ആവാനുള്ള രീതിയിലാണ് സബ്ജക്ട്. എന്തിനു കോൺട്രവേഴ്സി ആവണം? സ്ത്രീപക്ഷം പറയുമ്പോൾ കൈയടിക്കും, പുരുഷപക്ഷം പറയുമ്പോഴത്തേക്ക് അയ്യേ ഇത് ശരിയല്ലേ, ഇത് ഞങ്ങളെ കുറ്റം പറയുന്നത്. അതല്ല, നീതി എന്ന് പറയുമ്പോൾ തുല്യനീതി രണ്ട് സൈഡിലും വേണ്ടേ, തുല്യത എല്ലായിടത്തും വേണ്ടേ. അത് ഫോഴ്സ്ഡ് ആയിട്ട് അല്ലാതെ തന്നെ വന്നിട്ടുണ്ട് സിനിമയിൽ നോർമലി അത് പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനപ്പുറമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ന്യൂസ് പേപ്പേഴ്സും കട്ടിങ്സും ഒക്കെ എടുത്ത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കും, അപ്പോൾ അറിയാൻ പറ്റും. റീസെന്റ് തന്നെ എന്തോ ഒരു കാര്യത്തിനൊക്കെ തല്ലിക്കൊല്ലുന്ന കേസുകളൊക്കെ നമ്മൾ കണ്ടാണ്. മൊത്തത്തിലൊരു സീരിയസ് മോഡല്ല, ഒരു തിയേറ്റർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് നോർമൽ തമാശകൾ, അതിന്റെ പക്ഷം പിടിച്ചു പോകുന്ന കഥയും, കുറച്ച് പാവപ്പെട്ട കുറച്ച് ആൾക്കാരും ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള കുറെ പാവപ്പെട്ടവന്മാർക്ക് ഈ പടം കാണുമ്പോൾ അവനായിട്ട് അത് ഫീൽ ചെയ്യും. ആസിഫ് അലി എങ്ങനെയുണ്ട്? ആസിഫ് അലി നൈസായിട്ടുണ്ട്. പുള്ളി മച്ചാൻ പൊളിയാണ്. എനിക്ക് അതിൽ കൂടെ ഒന്നും പറയില്ല, അങ്ങനെ മുത്താണ്. അങ്ങനെ ഉണ്ടായിരുന്നു ആഭ്യന്തര കുറ്റവാളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു പടം. അതായത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് വിഷയങ്ങളെ, നമ്മുടെ സൊസൈറ്റി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കറക്റ്റായിട്ട് എടുത്ത് സിമ്പിളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒട്ടും ബോറിങ് ആവാതെ നല്ല നല്ല സീരിയസ് ഇഷ്യൂസാണ് എല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. ആ കണ്ടന്റ് എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ ജയ ഹേ പോലുള്ള പടങ്ങളൊക്കെ ഹിറ്റാവുമ്പോൾ ഇത് കണക്കുള്ള പടങ്ങൾ ഹിറ്റാവണം. അതായത് ഒരു പക്ഷത്തിൻ്റെ കേസ് പറയുന്നതല്ല, അതിലുപരി സൊസൈറ്റിയിൽ നമ്മൾ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പലരും ഈ പെയിനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ തന്നെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് കുറച്ചുകൂടെ റിലേറ്റബിളാണ്, കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ആ സബ്ജക്റ്റൊക്കെ പടത്തിൻ്റെ? സബ്ജക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീപക്ഷം പറയുന്നവർക്ക് പുരുഷപക്ഷം ഉണ്ടല്ലോ, അവരുടെ എന്താ പറയുക, അവരുടെ ഭാഗം നമ്മൾ കേൾക്കണം. അവരും കടന്നു പോയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, കുറേ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം
നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ പടം വന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. അത് വലിയൊരു സീരിയസ് ഇഷ്യൂ ആണ് പറയുന്നത്, പക്ഷെ അത് വളരെ നീറ്റായിട്ട് വളരെ സെറ്റിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അധികം കോംപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മെസ്സേജ് ഒക്കെ മാറ്റി എക്സ്പീരിയൻസ് നല്ലൊരു എന്താ പറയുക, ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു പടം. എൻജോയ് ചെയ്യുന്നതല്ല, നമുക്ക് ഒരുപാട് തമാശയും എലമെൻസും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ചിന്തിപ്പിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉണ്ട് പടത്തിൽ. ആസിഫ് അലി എങ്ങനെയുണ്ട്? ആസിഫ് അലി ഇപ്പോഴത്തെയും പോലെ തന്നെ അടിപൊളിയായിട്ട് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. ബാക്കി എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ എല്ലാവരും പെർഫോമൻസസും അടിപൊളിയാണ്. പടം ഓവറോൾ നല്ലൊരു പടം. ആഭ്യന്തര കുറ്റവാളി എനിക്കൊരു ഗുഡ് സിനിമ, അത്രയ്ക്ക് എക്സലൻ്റ് എന്ന് പറയാൻ ഒരു ഗുഡ് സിനിമ. ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഗേൾസിനെ ലോസിലുള്ള പ്രിവിലേജും അതെങ്ങനെ ബോയ്സിനെ അതിനെ മിസ്യൂസ് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ടോപ്പിക് തന്നെ. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നുന്നു, സെക്കൻഡ് ഹാഫിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത്. പിന്നെ ഇതൊരു സീരിയസ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കോമഡിക്ക് വേണ്ടി വർക്കായിട്ടുള്ള ആൻ മസൂദിനും പിന്നെ അസീം നെടുമങ്ങാടും ഇവരെ കോമഡിയെ കണ്ടിരിക്കാൻ നല്ല നല്ല രസം. തിയേറ്ററിലെല്ലാം നല്ല കോമഡി ആയിരുന്നു. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് ഫുള്ളി ആസിഫ് അലിയെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആസിഫ് അലിയെ കുറച്ച് ആസിഫിയുടെ ഭാഗത്തും തെറ്റുണ്ട്, നമുക്ക് കാണാൻ മനസ്സിലായി. പക്ഷേ അതിനൊന്നും ഇതിനകത്ത് ചൂണ്ടി കാണിക്കുന്നില്ല. മുഴുവനും സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലാണ് ടോട്ടലി സിനിമ പറഞ്ഞു വെക്കുന്നത്, മിസ്യൂസ് ചെയ്യുന്നുള്ളത് രീതിയിൽ. അത് മാത്രമല്ല എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. പക്ഷേ ഇതിനകത്ത് ആസിഫിയുടെ സൈഡും കുറച്ച് പറയണുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇവർ നോട്ടീസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഫോഴ്സ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് തോന്നി? ഇല്ല, ഫോഴ്സ്ഡ് ആയിട്ടല്ല, ഇവർ നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു സിനിമയ്ക്കകത്തോടെ തന്നെ, ഒരു കോൺസെപ്റ്റിലൂടെ തന്നെ. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു വെച്ചാൽ ആസിഫ് അലിയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ലൊരാളുടെ രീതിയിലാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആസിഫിയുടെ ഭാഗത്തിന് തെറ്റുണ്ടായിട്ട് എനിക്ക് തോന്നി. പുരുഷന്മാരെ ഭക്ഷണം മാത്രം നോക്കിയിട്ടുള്ള ഒരു സിനിമയാണ്, സ്ത്രീകളെ കുറ്റം അങ്ങനെ മെൻസ് അസോസിയേഷനൊക്കെ ഇല്ലേ, അവരൊക്കെ ഈ സിനിമ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമ കൊള്ളാം, ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല, സിനിമ കൊള്ളാം. കുറ്റവാളി പടം സൂപ്പറാണ്. ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് കയറി കാണാം. കോമഡി ഉണ്ട്, സീരിയസും ഉണ്ട്. എന്തുവാ, നമ്മളെ പടം കാണുമ്പോൾ നമ്മൾ കുറേ കാര്യം നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാവുകയും നമ്മളെ കുറേ കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും ചെയ്യും. നല്ല സിനിമയാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് ധൈര്യമായിട്ട് സിനിമ വരെ കാണാം. കാരണം ഞാൻ കണ്ടിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അകത്തിരുന്നപ്പം സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞാൽ കോടതിയുടെ സീനുണ്ട്, കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം നല്ല പടമാണ്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കാണാം. നമ്മളെ സീരിയസ് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ എല്ലാരും ഈ പുരുഷന്മാരൊക്കെ നേരിടുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് വേറെ നെഗറ്റീവായിട്ടൊരു കാര്യം നമുക്ക് ഈ സിനിമയ്ക്ക് ഇല്ല. എല്ലാം നല്ല. ആസിഫ് അലിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. കഥയൊക്കെ ഒരു ഫാമിലിയുടെ ഒരു കുടുംബകഥയാണ്. സമൂഹത്തിലെ പ്രശ്നങ്ങളാണ്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ, ഇഷ്ടപ്പെടുന്ന കൊള്ളാം. ആസിഫ് അലിയുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയം, വളരെ ബെസ്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെടും.